സ്ത്രീ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട് ആദ്യ ഗഡു വന്ന വീഡിയോ നമ്മുടെ ST ചാനലിൽ ചെയ്യുകയുണ്ടായി. അതിന് നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഗഡു വരുന്ന സമയം ഇപ്പോൾ ഈ മാർച്ച് മാസമാണ്. മാർച്ച് മാസത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ നിരവധി പദ്ധതികളുടെ ഗഡുക്കൾ വരുന്ന ഒരു സമയമാണ് മാർച്ച് മാസം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. സ്ത്രീ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ സ്ത്രീ സുരക്ഷാ പെൻഷൻ്റെ ഗഡു ഈ 25-ാം തീയതി, അതായത് മാർച്ച് 25-ാം തീയതിക്ക് മുൻപേ നമുക്ക് അക്കൗണ്ടിൽ ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആദ്യ മാസം ഗഡു ലഭിച്ച ആളുകൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, അവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ആ അക്കൗണ്ടിൽ വരുന്നതായിരിക്കും. അപ്പോൾ ആദ്യ മാസം നമുക്കറിയാം, നമ്മുടെ ആളുകളുടെ ഒരു സ്വഭാവമുണ്ട്. നമ്മൾ നിരവധി റിമൈൻഡറും, ഇപ്പോൾ ഈ വീഡിയോ തന്നെയാണെങ്കിലും നമ്മൾ ആവശ്യമുള്ള കാര്യമായതുകൊണ്ട് ആൾക്കാർ കുറച്ചേ കാണത്തുള്ളൂ എന്നുള്ളത് കൊണ്ട് നമ്മൾ ഒന്നുകൂടെ പറയുന്ന ഒരു കാര്യമാണ്. കാര്യം എന്ന് വെച്ചാൽ ആദ്യ ഗഡു വരുന്നതിന് ഒരു 2-3 ആഴ്ച മുമ്പായിട്ട് നമ്മൾ 3-4 വീഡിയോ ചെയ്ത് റിമൈൻഡർ ഇട്ട് ഈ സാധനം നമ്മുടെ സ്റ്റാറ്റസിലും ഇട്ട് കൊടുത്തിട്ട് പോലും ചെയ്ത ആളുകളുടെ പ്രൊഫൈല് തുറന്നു നോക്കുവാൻ പോലും ആളുകൾ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അതിൻ്റെ ഫലമായിട്ടാണ് ഫസ്റ്റ് ഗഡു വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് ആളുകൾക്ക് ഈ തുക ലഭിക്കാതെ വരികയും, നമുക്കറിയാം നമ്മുടെ പഞ്ചായത്തിലെ മറ്റ് വില്ലേജിലെ ഒക്കെ കാര്യം, നമ്മൾ ഒരു കാര്യം രണ്ടാമത് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സമയം എടുത്തിട്ടാണ് അത് അപ്രൂവൽ ആകുന്നത്. ഇപ്പം നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ആണെങ്കിലും 1-2 കേസുകളിൽ ഈ പറഞ്ഞതുപോലെ സ്ത്രീ സുരക്ഷാ പെൻഷൻ്റെ രണ്ടാമത് റീസബ്മിഷൻ വന്നു. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആധാറിലെ ഡേറ്റ് ഓഫ് ബർത്തും ഇവരുടെ SSLC ബുക്കിലെ ഡേറ്റ് ഓഫ് ബർത്തും തമ്മിൽ വ്യത്യാസമുള്ളത് കൊണ്ട് അവർ ആ പ്രോപ്പർ ടൈമിൽ തന്നെ അവർ സിറ്റിസണിലേക്ക് റിട്ടേൺ ചെയ്തു. പക്ഷേ ഈ ആളുകൾ ഇത് പൈസ എല്ലാവർക്കും കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പൈസ വന്നില്ല, എന്തുകൊണ്ട് എന്നറിയാൻ വേണ്ടി ലോഗിൻ ചെയ്യുമ്പോഴാണ് ഈ സാധനം കാണുന്നത്. അപ്പോൾ അങ്ങനെ വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സിറ്റിസൺ ലോജിൽ നിങ്ങൾക്ക് അറിയുകയില്ലെന്നുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള കോമൺ സർവീസ് സെൻറ്ററിൽ അല്ലെ അക്ഷയ സെൻറ്ററിൽ പോയിട്ട് നിങ്ങൾ ഏത് നമ്പറാണോ കൊടുത്തത് ആ നമ്പർ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുമ്പോൾ അതിൽ വ്യക്തമായിട്ട് കാണിക്കും ഇത് അപ്രൂവ്ഡ് ആണോ അതോ സബ്മിറ്റഡ് ആണോ അതോ വെരിഫിക്കേഷൻ ആണോ എന്ന്. വെരിഫിക്കേഷൻ എന്ന് കാണിച്ച് 2-3 ആഴ്ചയായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആവശ്യമാണിത്. നിങ്ങൾ നേരിട്ട് പഞ്ചായത്തിൽ പോയി അവരോട് അതിൻ്റെ വിവരം അന്വേഷിക്കുക. ഇതിനൊരു കാര്യമുണ്ട്, ഇതിൻ്റെ ക്രൈറ്റീരിയ ഗവൺമെൻറ് കൃത്യമായിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഈ പെൻഷൻ ഇഷ്യൂ ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രത്യേകം കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് അടുത്ത ഗഡു 25-ാം തീയതി വരുമെന്ന് ഞാൻ പറഞ്ഞു. ഗഡു വന്നു കഴിയുമ്പോൾ അയ്യോ സാറേ എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു പ്രയോജനവുമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ട കാര്യം ഇപ്പോൾ തന്നെ ചെയ്യുക. അപ്പോൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ തുക ലഭിക്കും. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു 35 വയസ്സിനും 60 വയസ്സിനും ഇടയ്ക്കുള്ള സ്ത്രീകൾക്കാണ് ഈ പദ്ധതിയിൽ ചേരാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഇപ്പോഴും നമുക്ക് ഇതിനകത്ത് ചേരുവാൻ അപേക്ഷ വെക്കുവാനുള്ള അവസരമുണ്ട്. അപ്പോൾ ഈ അവസരം നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. കാര്യം എന്ന് പറഞ്ഞാൽ 31 ലക്ഷം സ്ത്രീകൾക്കാണ് ഈ പദ്ധതിയിൽ ചേരുവാൻ സർക്കാർ അവസരം ഒരുക്കിയിരിക്കുന്നത്. അതിൽ 18 ലക്ഷം ആളുകൾ മാത്രമാണ് ഇപ്പോൾ ഇതിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനിയും അർഹതയുള്ള നമ്മുടെ BPL കാർഡ്, മറ്റേ AY കാർഡ്, മഞ്ഞ, പിങ്ക് ഉള്ള ആളുകൾക്ക് ഇപ്പോഴും ഈ പറഞ്ഞ നമ്മുടെ വിശദമായ വീഡിയോ നമ്മുടെ ST ചാനലിലുണ്ട്. അത് നോക്കി നിങ്ങൾ രേഖകൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പുതിയതായിട്ട് നിങ്ങൾക്ക് ചേരാൻ സാധിക്കും. അതോടൊപ്പം നമുക്കറിയാം ഇലക്ഷൻ മാനദണ്ഡങ്ങളും മറ്റും വരുന്നതിന് മുന്നായിട്ട് സർക്കാർ ഈ പദ്ധതി കൃത്യമായിട്ട് അവർക്ക് പെൻഷൻ കിട്ടുവാൻ വേണ്ടിയിട്ടാണ് നേരത്തെ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഏപ്രിൽ, മെയ്, ജൂൺ എല്ലാ കാലയളവിലും കൃത്യമായിട്ട് ഇത് ചെയ്ത ആളുകൾക്ക് അക്കൗണ്ടിൽ പൈസ വരുന്നതായിരിക്കും. അപ്പോൾ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, മുഖ്യമന്ത്രിയുടെ തന്നെ കണക്ട് ടു വർക്ക് എന്നുള്ള പ്രോഗ്രാം, ഇപ്പോൾ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് കുറച്ചുകൂടി അവർക്ക് മത്സര പരീക്ഷകളിലും മറ്റും പങ്കെടുത്ത് തൊഴിലിന് വേണ്ടി ശ്രമിക്കുന്ന ആളുകൾക്ക് ഒരു കൈസഹായം എന്നുള്ള രീതിയിൽ 1000 രൂപ ലഭിക്കുന്ന ഒരു പദ്ധതിയാണ് മുഖ്യമന്ത്രിയുടെ കണക്ട് ടു വർക്ക് എന്നുള്ള പദ്ധതി. ആ പദ്ധതിയിലെ പൈസയും ആദ്യ ഗഡു ഈ മാസം വരുന്നുണ്ട്. അപ്പോൾ അതും നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഉപഭോക്താക്കളായിട്ടുള്ള എല്ലാ സ്ത്രീ ജനങ്ങളും ഇത് ശ്രദ്ധിച്ചതിന് ശേഷം നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോയും ചാനലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം ST ചാനൽ. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.